കോൺഗ്രസുമായി സഖ്യത്തിനില്ലെന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രഖ്യാപനത്തിനിടെ ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ബംഗാളിലേക്ക്. അസമിൽ യാത്രക്കിടെ ഉണ്ടായ സംഘർഷങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ എടുത്ത കേസ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറി. അതിനിടെ മമതാ ബാനർജിക്കെതിരെ ബംഗാൾ CPIM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം രംഗത്തെത്തി. BJPയുടെ ഉപദേശപ്രകാരമാണ് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചതെന്നും കോൺഗ്രസിനെ വിഭജിക്കുകയായിരുന്നു ലക്ഷ്യം എന്നുമാണ് ആരോപണം. नीतीश कुमार बहुत पहले ही कहा था कि बेपेदी लोटा की तरह वो बेपेदी औरत है, इसलिए माहौल देखकर हवा देखकर वो समझती है और अभी वो शुरू से ही एनडीए के साथ ज़्यादा रहना पसंद करती हैं. कभी कभी कांग्रेस के साथ आती हैं, कभी कभी अकेले चलने की कोशिश करती हैं. तृणमूल कांग्रेस बनी थी इसलिए बीजेपी के मशवरे से, RSS के मशवरे से कांग्रेस को तोड़ करके ताकि वो एनडीए में जा सके. और वे अभी ये कह रहे हैं कि चुनाव से पहले नहीं जा पाएंगे, चुनाव के बाद जाएंगे, ऐसा इंडिकेट किया आज. ബൽറാം നെടുങ്ങാടി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഈ ന്യായ് യാത്ര ബംഗാളിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യ മുന്നണി ഒരു പരീക്ഷണത്തെ നേരിടുകയാണോ? തീർച്ചയായും വേണു, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരീക്ഷണം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വരെയുള്ള സമയം എന്നുള്ളത്. പ്രധാനമായും ഈ മുന്നണിക്ക് രൂപീകരണത്തിനായി മുൻകൈയെടുത്തിരുന്ന മമതാ ബാനർജി കഴിഞ്ഞ ദിവസം നിലപാട് പ്രഖ്യാപിച്ചതാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത്. ബംഗാളിൽ സഖ്യമില്ല എന്നതിനോടൊപ്പം തന്നെ ദേശീയ തലത്തിലുള്ള സഖ്യം തെരഞ്ഞെടുപ്പിന് ശേഷം എന്ന പ്രസ്താവനയും മമത നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഭാരത് ജോഡോ ന്യായ് യാത്ര ഇപ്പോൾ ബംഗാളിലേക്ക് കടന്നിരിക്കുകയാണ്. ആ ചടങ്ങ് ബക്സർ ഹട്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബംഗാൾ PCC അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൗധരിയുടെ നേതൃത്വത്തിൽ പതാക ഏറ്റുവാങ്ങുന്നു. വലിയ ജനപങ്കാളിത്തം ബംഗാളിലേക്ക് കടക്കുന്ന ഘട്ടത്തിലും ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നീട് ഈ യാത്രയിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അടക്കം പങ്കാളിത്തം കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചതായിരുന്നു എങ്കിൽ അത് ഞെട്ടിച്ചുകൊണ്ടാണ് തന്നെ ക്ഷണിച്ചിട്ട് പോലുമില്ല എന്ന പരാമർശവും മമതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഇന്ന് ബംഗാളിൽ പ്രവേശിച്ച ശേഷം നാളെയും മറ്റന്നാളുമായി 2 ദിവസം അവധിയാണ്. ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് അവസരമുണ്ട്. മമതയെ അനുനയിപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസം ജയറാം രമേശ്, KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ പങ്കുവച്ചിരുന്നു. മറ്റ് നേതാക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാധ്യതയാകും കോൺഗ്രസ് അങ്ങനെയെങ്കിൽ പരിശോധിക്കുക. ആ ഘട്ടത്തിലും കോൺഗ്രസിന് തടസ്സമായി നിൽക്കുന്നത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആയിരിക്കും. മമതയുമായി സംസാരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വ്യക്തി എങ്കിൽ അദ്ദേഹത്തിനും അടുത്തിടെയായി മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളിൽ NDAയോട് അടുക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായതായി വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കർപ്പൂരി താക്കൂറിന് ഭാരത് രത്ന നൽകിയതുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുകയും പല വാക്കുകൾ കൊണ്ട് ഏറെ വർണ്ണിക്കുകയും ചെയ്തു ബീഹാർ മുഖ്യമന്ത്രി എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയുടെ ഒരു സമയം തന്നെയാണ്. ആദ്യമായി ഭാരത് ജോഡോ യാത്ര ഈ 9 ദിവസത്തെ യാത്രയിൽ ഒരു പ്രതിപക്ഷം ഭരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സംസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ബംഗാളിൽ. അപ്പോഴും പ്രതിസന്ധി അകലുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വേണു, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.